ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനിൽ കപൂറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്വയം വശീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അനിൽ സാർ, താങ്കൾ കണ്ണാടിയിൽ താങ്കളെ തന്നെ കാണുന്ന സമയത്ത് താങ്കളോട് തന്നെ ഒരു പ്രേമം തോന്നാറുണ്ടോ? അങ്ങനെയല്ല. ആക്ച്വലി ഈ ലോകത്തിലെ ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും ആദ്യം അവന്റെ തന്നെ ഫാൻ ആയിരിക്കും, സെൽഫ് അബ്സസ്ഡ് ആയിരിക്കും. എല്ലാരും അങ്ങനെയാ. ഇതിൽ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്, ഞാൻ ഹോണസ്റ്റ് ആയിട്ടുണ്ട്, ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ. മറ്റുള്ളവരൊന്നും സത്യം പറയുന്നില്ലെന്ന് തോന്നുന്നു. അതെന്താന്ന് വെച്ചാൽ ഞാനൊരു സത്യം പറയണമെന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ കണ്ണാടി നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില സമയം മറ്റേ എന്റെ കണ്ണാടി പിടിക്കുന്ന എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദീപക് 35 വർഷമായിട്ട് എന്റെ കൂടെ തന്നെയുള്ളത്. അവന്റെ അടുത്ത് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എടാ കുറച്ച് കോൺഫിഡൻസ്. ഞാൻ കണ്ണാടി നോക്കുന്ന സമയത്ത് മറ്റുള്ളവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. നീ സുന്ദരനല്ലേടാ, സുന്ദരനാണ്. ഇതൊക്കെ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്. പലരും പറയാറുണ്ട് കണ്ണാടി മാത്രമല്ല വേറെന്തെങ്കിലും, അതായത് ഈ സിഗരറ്റിന്റെ കവറിന്റെ പ്ലാസ്റ്റിക് കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ വെള്ളം കണ്ടാൽ അതിലും മുഖം നോക്കുമെന്നാ പറയുന്നത്. ജസ്റ്റ് മുഖം മാത്രം കാണണം. ഇല്ല, അങ്ങനെയൊന്നുമില്ല. താങ്കളുടെ സുഹൃത്ത് അനുപം ഖേർ, അദ്ദേഹം പറയുന്നു അനിൽ കപൂറിനോട് നമ്മൾ പോയി 2 എത്രാന്ന് ചോദിച്ചാൽ അദ്ദേഹം 2 4 അനിൽ കപൂർ എന്ന് പറയുന്നു. കാരണം ഞാൻ എങ്ങനെ പണിയെടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരാൾ ചെയ്യാൻ പറ്റാത്ത പണി, അതായത് ഒരാൾ ചെയ്യാൻ പറ്റാത്ത 4 പേരുടെ പണി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കും. ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെടും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ ശീലം ഇപ്പോഴല്ല, താങ്കൾക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ട്. താങ്കൾ കുട്ടിക്കാലത്ത് താങ്കളുടെ പഴയ വീട്ടിലുള്ള സമയത്ത് താങ്കളുടെ അച്ഛനും ബോണി ഇവരെല്ലാവരും ഉള്ള സമയത്ത് താങ്കളുടെ ഒരു നെയ്ബർ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, രാവിലെ ടെറസിന്റെ മുകളിൽ വെച്ച് ഒരു പയ്യൻ വിചിത്രമായിട്ട് എന്തൊക്കെയോ ചെയ്യും, മുഖമൊക്കെ എന്തൊക്കെയോ കാണിക്കും. കപൂറിന്റെ വീട്ടിൽ ഏതോ ഭ്രാന്തം വന്നെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും എന്നെ എന്തോ ഭ്രാന്തനായിട്ടാ കാണുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഏകദേശം 40 വർഷം എടുത്തു. അന്നൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ ഈ മറ്റേ ടെറസിലൊക്കെ പോയി നിന്നിട്ട് ആർട്ടിസ്റ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ആക്ടർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തെങ്കിലും ഒരു പണി എനിക്ക് വേണം, ചെറിയ പണിയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്കൊരു ആക്ടർ ആയിട്ടോ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി. അതിനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എനിക്ക് പണി എന്തെങ്കിലും വേണം, എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാമോ? അത്ര വിശപ്പിലുമാണ് ഞാൻ, അത്ര കുറച്ച് വട്ടിലുമാണ് ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. 100 പടം അഭിനയിച്ചതിന് ശേഷം താങ്കളുടെ വിശപ്പ് അടങ്ങിയില്ലേ? ഇപ്പോഴാ വിശപ്പ് ആരംഭിച്ചേക്കണേ, സത്യമായിട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിനെ കുറിച്ച് താങ്കൾ പറയൂ. താങ്കൾ കുട്ടിക്കാലത്ത് പ്രൊഡ്യൂസർ ആകാനാണ് ആഗ്രഹിച്ചത്, ബോണിയാണ് ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചതെന്ന്? ഇല്ല, ഞാൻ ബോണിയുടെ ഒപ്പം പറയണമെങ്കിൽ ഒരു ചെറിയ പാർട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തിനൊപ്പം ഒരു ചെറിയ പ്ലേ ചെയ്തിരുന്നു. ആ പ്ലേയിൽ അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ റോളാണ് പ്ലേ ചെയ്തത്. പിന്നെ എനിക്കറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ റോളാണ് ചെയ്തിരുന്നത്. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ 1 വയസ്സിൻ്റെ മൂപ്പുള്ളൂ ശരിക്കും. താങ്കളെക്കാൾ 1 വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ. അദ്ദേഹം താങ്കൾക്ക് അച്ഛനെ പോലെയാണ്. അദ്ദേഹം ഞാൻ ഈ ഇന്റർവ്യൂ കണ്ട അത്രേ ഉള്ളൂ. സോ ഇതൊക്കെ എൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. വലിയ ചേട്ടൻ അച്ഛൻ്റെ റോൾ, അർജുന ആരംഭഘട്ടത്തിൽ നിന്ന് ചിറ്റപ്പനാക്കും ഞാൻ. കറക്റ്റ് അല്ലേ ഞാൻ ചെയ്തത്? അപ്പോഴല്ലേ എനിക്കൊരു ഹീറോ ആയിട്ട് പണി കഴിക്കാൻ പറ്റുള്ളൂ ഇവിടെ. സർ, താങ്കൾ ഇത്രത്തോളം യങ് ആയിരിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? കാണാൻ മാത്രം. എടോ, ഞാൻ ശരിക്കും യങ്ങാണ്. ഞാൻ ശരിക്കും യങ്ങാ. അതായത് താങ്കളുടെ ജ്യേഷ്ഠന് 61 വയസ്സ്. അദ്ദേഹം കുറച്ച് പ്രായമുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്, പക്ഷേ താങ്കൾ ഇപ്പോഴും യങ് ആയിട്ട് തന്നെയാണ്. ഇനിയും കുറച്ച് മാസം കഴിഞ്ഞാൽ എനിക്കും 61 വയസ്സ് അങ്ങോട്ട് ആവുന്നേ. എന്ത് പറയാൻ ഞാൻ സന്തോഷമായിട്ട്. എനിക്ക് ഇത്ര സ്നേഹം കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കാണുന്നല്ലേ, നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനിരുന്ന് ഇപ്പം കാണുന്നു. എനിക്ക് ശരിക്കും എന്താ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാത്തിനും നന്ദി. പക്ഷെ താങ്കളുടെ തുടക്കകാലത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ. ഞാൻ കേട്ടത് താങ്കളുടെ ആദ്യത്തെ പടം, അതിൽ താങ്കൾ ശശി കപൂറിന്റെ കുട്ടിക്കാലമാണ് ചെയ്തത്. പക്ഷെ ആ പടം റിലീസായതേയില്ല. താങ്കൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ അവർ താങ്കളെ റിജക്ട് ചെയ്തെന്ന് കേട്ടു. റോക്കി പടത്തിൽ ചാൻസിന് വേണ്ടി ഡയറക്ടർ ദത്ത സാറിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹവും റിജക്ട് ചെയ്തെന്നാണല്ലോ കേട്ടത്. എനിക്കറിഞ്ഞ് ഞാൻ ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു കാണും തോന്നുന്നു എനിക്ക്.
അതുകൊണ്ടാണ് അനുപം സാർ എപ്പോഴും വന്ന് പറയുന്നത് ഒന്നല്ല 4 അനിൽ കപൂർ ഉണ്ടെന്ന്. ഈ റിജക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കറിഞ്ഞ് തീർച്ചയായിട്ടും ആവശ്യമാണ്, വളരെ അത്യാവശ്യം. എസ്പെഷ്യലി ഐ തിങ്ക് നമ്മുടെ ഈ കരിയറുടെ ഇനിഷ്യൽ സ്റ്റേജസിൽ, എൻ്റെ ഈ കരിയറിൽ എന്തൊരു കാര്യം ആരംഭിക്കുന്ന സമയമായാലും, അത് ഫെയിലിയേഴ്സിൽ നിന്ന് ആരംഭിച്ചാലും അല്ലെങ്കിൽ റിജക്ഷനിൽ നിന്ന് ആരംഭിച്ചാലും, അത് എന്തെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് നല്ല രീതിക്ക് കഷ്ടപ്പെടാനായിട്ട്, നമ്മുടെ മേൽ തന്നെ അബ്സസ് ആവാനായിട്ട് ഒരു വഴി ഉണ്ടാക്കി തരുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരുപക്ഷെ ഈ ഒബ്സഷൻ താങ്കൾ വിജയിച്ചതിന് ശേഷം ഒരു സൈഡിൽ ദിലീപ് കുമാർ, മറ്റൊരു സൈഡിൽ അമിതാഭ് ബച്ചൻ, ഇങ്ങനെയുള്ള ലെജൻഡ്സിനോടൊപ്പം ചാൻസ് കിട്ടാൻ വേണ്ടിയാണോ? അതെന്റെ പ്ലാനിങ് ആയിരുന്നു. ശക്തിയെ കുറിച്ച് പറയണമെങ്കിൽ, ശക്തിയിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ജാവേദ് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് ഒരു റോളുണ്ട്, അമിതാഭിന്റെ സണ്ണിന്റെ റോളാ. അതുപോലെ നമ്മുടെ ഈ ദിലീപ് കുമാർ സാറില് അദ്ദേഹമാണ് മുത്തച്ഛന്റെ റോൾ ചെയ്തത്. ആഹാ, ഇത് കൊള്ളാലെന്ന് ഞാൻ വിചാരിച്ചത്. സൺ, അച്ഛൻ, പിന്നെ മുത്തച്ഛൻ, 2 ആർ ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ്, ദിലീപ് കുമാർ ആൻഡ് അമിതാഭ് ബച്ചൻ. ആക്ച്വലി അപ്പൊ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഞാനൊരു ഗ്രേറ്റ് ആയിട്ടാണ് കരുതിയത്. അന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സിനിമയോ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങോ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ നോക്കിയാൽ മുകളിലുള്ള മനുഷ്യനത് കേട്ട്, അതായത് ആ സിനിമ റിലീസായി കഴിഞ്ഞു, അതിനിടയ്ക്ക് എൻ്റെ മറ്റേ 7 ഡേയ്സ് റിലീസായി. ആ 7 ഡേയ്സ് സിനിമയും ഹിറ്റായി. പിന്നെ കാൽക്കട്ടയിൽ നിന്ന് എൻ്റെ ഒരു ഫാൻ ആ സിനിമയുടെ ഒരു പോസ്റ്റർ അയച്ചു തന്നു, ശക്തിയുടെ പോസ്റ്റർ. അതിൽ ഞങ്ങളുടെ 3 പേരുടെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. യൂസഫ് സാർ, ദിലീപ് കുമാർ സാർ, അമിതാഭ് സാർ, പിന്നെ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. സിനിമ വലിയ റോളൊന്നുമില്ല എനിക്ക്. ആക്ച്വലി ആ റോൾ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഒരുപാട് പേര് ആ സിനിമ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ബിഗിനിങ്ങിൽ ഞാനൊരു 2 സെക്കൻഡ് മാത്രം വരും. പിന്നെ എൻ്റെ അമിതാഭ് സാർ മരിച്ചതിന് ശേഷം ഒരു കൊച്ചു റോൾ ഉണ്ടാവും എനിക്ക്. പിന്നെ പൊതുവെ കുറച്ച് പേർ ലേറ്റായിട്ട് വരുന്നവർ ആരും എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ അമിതാഭ് സാർ മരിച്ചതിന് ശേഷം എന്നെ ആരും നോക്കത്ത് പോലുമില്ല, എല്ലാവരും എണീറ്റ് പോവില്ല അവിടുന്ന്, ആരും എന്നെ കണ്ടു കാണില്ല. പക്ഷെ പോസ്റ്ററിൽ പിന്നെ ടൈറ്റിൽസിലൊക്കെ എൻ്റെ പേരുണ്ടാവും. അതായത് നോക്കുവാണെങ്കിൽ ഈ എന്ത് പറയും, മറ്റേ ഹിസ്റ്റോറിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർ ചില സമയത്ത് നമ്മൾ മറന്നേക്കും നമ്മുടെ ജീവിതത്തിൽ എന്താ നടന്നെന്നുള്ളത്. ജീവിതത്തിലൊക്കെ ഹിസ്റ്റോറിയൻസ് എൻ്റെ പേര് എഴുതുന്നോ ഇല്ലയോ, ഞാൻ അങ്ങോട്ട് എഴുതിയേക്കാം എൻ്റെ ഹിസ്റ്ററിയിലോട്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ എപ്പോൾ മുതലാണോ ഹിറ്റ് കൊടുക്കാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ താങ്കൾ ഹിറ്റ് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുത്തച്ഛൻ്റെ വേഷമാണ് ചെയ്യുന്നത്, പക്ഷെ താങ്കൾ ഇപ്പോഴും ഹീറോ വേഷമാണ്. അതായത് കൊച്ചു പ്രായത്തിൽ തന്നെ ഞാൻ മുത്തശ്ശൻ്റെ റോൾ ഇട്ട് ഈശ്വറിൽ, അതായത് സാക്ഷാൽ ഈശ്വരൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ഒരു 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 കൊച്ചു ടാബ്ലറ്റ് കിട്ടി എനിക്ക്. സോ അത് കഴിച്ചത് കൊണ്ട് ഈശ്വരൻ എന്നെ നോക്കുന്നത്, അവരുടെ സ്നേഹം കിട്ടി. ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും എനിക്കൊരു റോള് കിട്ടുവാണെങ്കിൽ ലീഡിങ് റോൾ എന്നൊക്കെ പറയും അവർ വന്ന്. ബട്ട് ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല രജത് സാർ. ഞാൻ ഇതുവരെ യൂസഫ് സാറിൻ്റെ അടുത്തോ അമിതാഭ് സാറിൻ്റെ അടുത്തോ പഠിച്ച കാര്യങ്ങൾ, ആക്ച്വലി ഞാൻ യൂസഫ് സാറിനെയും അമിതാഭ് സാറിനെയാണ് ഫോളോ ചെയ്യുന്നത്. യൂസഫ് സാർ, പിന്നെ ഞാൻ ദിലീപ് കുമാർ സാറിനെ എന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഡാഡി അദ്ദേഹത്തിന് യൂസഫ് സാറിനാണ് വിളിക്കുന്നത്. പിന്നെ എൻ്റെ ഡാഡി മുഗളി അസാമിൽ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂസഫ് സാറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും യൂസഫ് സാറെന്നേ വിളിക്കത്തുള്ളൂ, ദിലീപ് കുമാർ സാറിനെ. അതുകൊണ്ടാണ് ഞാൻ യൂസഫ് സാറിനെ വിളിക്കുന്നത്. പിന്നെ അമിത് സാർ, ഈ ഒരു ലെജൻഡ് ഉണ്ടല്ലോ എനിക്കറിഞ്ഞ്, നമ്മുടെ ഇന്ത്യയുടെ ലെജൻസ് എനിക്കറിഞ്ഞ്, ഇന്ത്യയിൽ ഇത് കൂട്ട് ലെജൻസ് ഇല്ല അല്ലല്ല, ഇതിനുശേഷം ആരും അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല, അങ്ങനെയുള്ളവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിലൊക്കെ ഞാൻ വേറെ ഒരു കൊച്ചു ആർട്ടിസ്റ്റ് മാത്രമാണ്. ഞാൻ ഇതുവരെ പഠിച്ചത് തന്നെ അവരെ കണ്ട് തന്നെയാണ് സർ, ടു ബി ഹോണസ്റ്റ്. താങ്കൾ ദിലീപ് സാറിനോടൊപ്പം 3 സിനിമകൾ ചെയ്തു. വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം 3 സിനിമകൾ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? താങ്കൾക്ക് പേടി തോന്നിയില്ലേ? അത്ര വലിയൊരു ആർട്ടിസ്റ്റ്, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ അത്? അതായത് രജിത് സാർ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും, നിങ്ങളുടെ ഈ വലിയ കരിയർ ഇതിനായിട്ടുള്ള റീസൺ എന്താണ്? ഐ എം എ ഗുഡ് ലിസണർ. നന്നായിട്ട് കേൾക്കും ഞാൻ നോക്കും, അബ്സർവ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് പഠിച്ചെടുക്കും ഞാൻ. യൂസഫ് സാറിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഞാൻ. അദ്ദേഹം അത്രയ്ക്കും കഷ്ടപ്പെടും. ഇപ്പോഴും എനിക്ക് നല്ല രീതിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ഉറുദുവിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് പോലും എഴുതി വയ്ക്കുന്നത്. അതൊക്കെ പഠിച്ചെടുത്തു ഞാൻ, അതൊക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്തു. എപ്പോഴും ഞാനത് റിഹേഴ്സ് ചെയ്യും. അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ചോദിച്ചു, മുകളിൽ പോയി എന്താ കാണിക്കുന്നതെന്ന്. ഞാൻ പോയിരുന്ന് ഡയലോഗ്സ് എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ നീ എന്താ റിഹേഴ്സ് ചെയ്യാൻ പോയോ, അതോ മറ്റേ എന്തോ പറയുമല്ലോ, മറ്റേ എന്താ സ്പീൽബർഗിൻ്റെ പടം ചെയ്യുവാണോന്ന്? എന്നെ സംബന്ധിച്ച് എല്ലാ പടവും സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ പടം തന്നെയാണ്. ഞാൻ ആ കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പഠിച്ചെടുത്തത്, ഓരോ ഡയലോഗും. പിന്നെ ദാദയുടെ അടുത്ത് ഞാൻ ഒരുപാട് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ അശോക് കുമാർ, ഗ്രേറ്റ് അശോക് കുമാർ സർ, വൺ ഓഫ് ദി ഗ്രേറ്റ് ആക്ടേഴ്സ്. അശോക് കുമാർ, റിയലിസ്റ്റിക്, നാച്ചുറൽ ആക്ടിംഗ്,
അശോക് കുമാർ സാറും മോത്തിലാലും ചെയ്തത് എനിക്കറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവരുടെ അടുത്ത് നിന്നാണ് പഠിച്ചത് റിയൽ ആക്ടിങ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സീനിയേഴ്സിന്റെ അടുത്തുനിന്നാണ് പഠിച്ചെടുത്തത്. യൂസഫ് സാറിന്റെ അടുത്തുനിന്ന് പഠിച്ചു. പിന്നെ ഞാൻ വന്ന് യങ്സ്റ്റേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ മറ്റേ ദിൽ ധടക്നെ ദോ സോയാക്തറുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ സ്ലം ഡോഗ് ബില്യനെല്ലാം ഞാൻ ചെയ്തു ഡാനി ബോയലിന്റെ കൂടെയൊക്കെ. ആ സിനിമ എന്നെ ആരാ അഭിനയിപ്പിച്ചത്? എന്റെ മോനെ എന്നെ അഭിനയിപ്പിച്ചത് ഹർഷവർദ്ധൻ, എന്റെ രണ്ടാമത്തെ മോൻ. അവൻ ഈ സ്ക്രിപ്റ്റ് പഠിച്ചതിന് ശേഷം ഡാഡി ഉടനെ നിങ്ങൾ ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. എടാ മോനെ, അത് പ്രിയങ്ക ചോപ്രയുടെ അച്ഛന്റെ റോളാ, പിന്നെ രൺവീർ സിംഗിന്റെ അച്ഛന്റെ റോളാ. ആക്ച്വലി പറയണമെങ്കിൽ ജനങ്ങൾ ഇതൊന്നും നോക്കുന്നില്ല, ആരുടെ ഫാദറാണ് ആരുടെ ഗ്രാൻഡ് ഫാദർ ആണെന്ന്. ജനങ്ങൾ ഒരു ക്യാരക്ടറാണ് നോക്കുന്നത്. ഇതൊരു കൊച്ചു പയ്യനാ ഇത് പറയുന്നത്. ഇതുപോലത്തെ കാര്യം ഞാൻ അവൻ്റെ അടുത്തുനിന്ന് പഠിച്ചു. ഞാൻ നോക്കണമെങ്കിൽ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കും, എല്ലാം കേട്ടോണ്ടിരിക്കും. ഒരുപക്ഷെ ഇന്ന് ഇവിടുന്ന് ഞാൻ എന്തെങ്കിലും പഠിച്ചോണ്ടേ പോകത്തുള്ളൂ, പുതിയതായിട്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചോണ്ടേ പോകത്തുള്ളൂ.